രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് രാമനും സുഗ്രീവനും സഖ്യം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് കൈ കോർത്ത് പിടിച്ചു. സുഗ്രീവൻ കൈ നീട്ടി, രാമനും ആ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി എല്ലാ സുഖദുഃഖങ്ങളും നമുക്ക് പൊതുവാണ്. എൻ്റെ സുഖം അങ്ങയുടെ സുഖം, അങ്ങയുടെ സുഖം എൻ്റെ സുഖം, എൻ്റെ ദുഃഖം അങ്ങയുടെ ദുഃഖം, അങ്ങയുടെ ദുഃഖം എൻ്റെ ദുഃഖം, ഇതിൽ മാറ്റമില്ല. ദൃഢമായി. പിന്നീട് അവർ എന്തു ചെയ്തു? ഹൃദ്യം സൗഹൃദം ആലംബ്യ പര്യശ്വജത പീഡിതം തതോ ഹനുമാൻ സന്ധ്യച്ച ഭിക്ഷുരൂപമരിന്തമ കാഷ്ടയോസേന രൂപേണ ജനയാമാസ പാവകം. അഗ്നി ജ്വലിപ്പിച്ച് അവർ പരസ്പരം പുണർന്നു എന്ന് പറയുന്നത്. പരിഷജ്യ, ഒന്നാവുക. രണ്ടു കൂട്ടരും ഒന്നായി എന്ന നിലയ്ക്ക് ഇങ്ങനെ കെട്ടിമുറുകെ പുണർന്ന്, ഇതിൽ മാറ്റമില്ല, വ്യാജമില്ല, കള്ളത്തരമോ ഒന്നുമില്ല. പരിപൂർണമായ ശുദ്ധമായ ആത്മാർത്ഥതയിൽ ഇതാ നമ്മൾ ഒന്നിക്കാൻ പോകുന്നു. അതിനുശേഷം ചില വിറകുകൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വിറകുകളൊക്കെ കൊണ്ടുവന്ന് കാഷ്ടയോ സേന രൂപേണ ജനയാമാസ പാവകം, വിറകുകൾ കൊണ്ടുവന്ന് അഗ്നി ജ്വലിപ്പിച്ചു. അഗ്നി സാക്ഷിയായിട്ട് ഏത് ചെയ്താലും അത് അനന്തരം ദൃഢമാവാനും നല്ല ഫലമുളവാക്കാനും നന്ന് എന്നാണ് നമ്മുടെ ഒരു സംഹിത. അഗ്നി ജ്വലിപ്പിക്കുക, വിറകുകൾ കത്തിക്കുകയാണ്. ഇവിടെ എണ്ണയും വിളക്കൊന്നുമില്ലല്ലോ, അവിടെ അത്ര സൗകര്യമുള്ളൂ. സുഗ്രീവനാണ്, കാടാണ്. അല്ല, അഗ്നി തന്നെയാണ്. എവിടെ കത്തിയാലും അഗ്നി അല്ലാണ്ടാവില്ല. അത് നമ്മുടെ ഈശ്വര ഉപാസനകൾ നമ്മളെപ്പോഴും വിളക്ക് കൊളുത്തി ചെയ്യുമ്പോൾ വെറുതെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ചെയ്താൽ അതിനൊരു ഫലം അധികമുണ്ട്. ചിലക്ക് ഒരു എന്താ ഈ വിളക്ക്, അങ്ങനെയല്ല. അഗ്നി സാക്ഷി. ഇപ്പോൾ വിവാഹത്തിന് എന്തിനാ വിളക്ക്, ഇലക്ട്രിക് ലൈറ്റുകൾ പോലെ ധാരാളം ഡെക്കറേഷൻസ് ഉണ്ടാവുന്നാലും നിലവിളക്ക് അഗ്നി സാക്ഷിയായിട്ടാണ് വിവാഹം കഴിക്കണം. അഗ്നി ഈശ്വരനാണ്. നമുക്ക് വിഷ്ണുവിനെ കൃഷ്ണനെ ശിവനെയൊന്നും ഇവിടെ കൊടുന്ന് ഇരുത്താൻ പറ്റില്ല. പക്ഷേ അഗ്നിയെ നമ്മുടെ കയ്യിൽ കൊടുന്ന് യഥാസ്ഥാനത്ത് ജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് സാധിക്കുന്ന ഒരു ഈശ്വര ആവാഹനമാണത് എന്ന് പറയാം. നമ്മുടെ മുമ്പിൽ വിളക്കാണ്ട് കൊളുത്തിയാൽ അത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് ഒരു നിലവിളക്ക്, ഓർക്കണം. ആ അഗ്നി മുമ്പിലുണ്ടാക്കിയിട്ടൊരു കാര്യം ചെയ്താൽ, അഗ്നിയെ സാക്ഷി നിർത്തിയിട്ടൊരു കാര്യം ചെയ്താൽ അത് ദൈവത്തിനെ സാക്ഷി നിർത്തിയ പോലെയാണ്. കാല് മാറാൻ പിന്നെ ധർമാത്മാക്കൾക്ക് പറ്റില്ല. അല്ലാത്തവർ മാറുമായിരിക്കും, അത് വേറെ വിഷയം. ധർമാത്മാക്കൾ അത് ഈശ്വരൻ്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയ പോലെയാണ്. ഈശ്വരൻ്റെ മുമ്പാകെ ഒരു കാര്യം സത്യം ചെയ്താൽ വാക്ക് മാറാൻ പാടുമോ? ആരെയായാലും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും. പണ്ടൊക്കെ അതിന് വലിയ വിലയാണ്. ഭീഷ്മരുടെ പ്രതിജ്ഞ, മരിക്കണവരെ മാറ്റിയോ അദ്ദേഹം? വിവാഹം കഴിക്കില്ല, സ്ത്രീ സംഘം ചെയ്യില്ല, ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. കാരണം ഇങ്ങനെയും തനിക്ക് പുത്രൻ ഉണ്ടാവരുത്, വേറൊരു അവകാശം എവിടെ വരാണ്ടിരിക്കാൻ. ഒരു കാരണവശാലും രാജ്യാധികാരത്തിൽ താൻ അധികാരം ഉന്നയിക്കില്ല, വേണമെന്ന് പറഞ്ഞിട്ടുള്ള അവകാശവാദം ഉന്നയിക്കില്ല. 3 പ്രതിജ്ഞയാണ്. അപ്പോൾ പണ്ടൊക്കെ പ്രതിജ്ഞയാവുക, അത് അഗ്നിയുടെ മുമ്പാകെയാവുക ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം പിന്നെ ഒന്നും സംശയിക്കാനോ മാറുമോ എന്ന ശങ്കയോ വേണ്ട. അതുകൊണ്ട് ഇവർ അഗ്നിസാക്ഷിയായിട്ട് ഹനുമാൻ തന്നെ തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ചു. സുഗ്രീവനോട് വാനര സ്വരൂപമാണല്ലോ ഹനുമാൻ. 2 കൂട്ടരും മാനുഷ വേഷമെടുത്ത് അഗ്നി ഉണ്ടാക്കി. ദീപ്യമാനം തതോ വന്യം പുഷ്പേരഭ്യർച്ച സൽകൃതം
തയോർ മധ്യേത സുപ്രീതോ നിതദേസു സമാഹിത. അഗ്നി ജ്വലിപ്പിച്ചു, പ്രദക്ഷിണം ചെയ്തു എന്ന് പറയണം. പ്രദക്ഷിണം ചെയ്ത് അഗ്നിയെ പ്രദക്ഷിണം വെച്ച് തതോഗ്നിം ദീപ്യമാനന്ദോ ചക്കതുച്ച പ്രദക്ഷിണം. പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഈ വാക്ക് ഒരു കാരണവശാലും തെറ്റിക്കില്ല. എല്ലാം ഇനി രണ്ടു കൂട്ടർക്കും പൊതുവാണ്, ഒന്നും തന്നെ രഹസ്യങ്ങളില്ല. ഇതിലൊരു മായമോ വാക്കുമാറലോ ഉണ്ടാവാതെ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിതരായി. ഇതാണ് സുഗ്രീവ സഖ്യം. ഇന്നലെ അവിടേക്ക് ഇങ്ങനെ ആരംഭിച്ചതാണ് കൈ കൊടുത്തത്, അതോടെയാണ് നിർത്തിയത് ഇന്നലെ. ഇപ്പം അതിനെ ഒന്നങ്ങനെ വിശദീകരിക്കുകയാണ്. അഗ്നി ജ്വലിപ്പിച്ച് പ്രദക്ഷിണം വെച്ച് കെട്ടിപ്പുണർന്ന് അവരുടെ ആ ഒരു സൗഹൃദത്തെ അവർ ഒന്നും കൂടി ഉറപ്പിച്ചു. എന്നിട്ടോ ത്വം വയസ്യോസി മേ ഹൃദ്യോ കേഹം ദുഃഖം ദുഃഖം ചനൗ സുഗ്രീവോ രാഘവം വാക്യം തിവാച പ്രകൃഷ്ടവൻ. സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു, ഹേ രാമ, അങ്ങ് എൻ്റെ മനസ്സിന് ഇണങ്ങിയ മിത്രമാണ്. ഇങ്ങനത്തെ മിത്രങ്ങൾ തന്നെയാണ് വേണ്ടത്, ഇങ്ങനത്തെവരാണ് മിത്രങ്ങളാവേണ്ടത്. അവിടെ എൻ്റെ മനസ്സിനിണങ്ങിയ യാതൊരു വ്യാജമില്ലാത്ത, മറ്റൊരാൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ തയ്യാറുള്ള, യഥാർത്ഥ വ്യാജം ഇല്ലാത്തതായിട്ടുള്ള മിത്രങ്ങൾ തന്നെയാണ് വേണ്ടത്. അതിനുശേഷം ഇലകളൊക്കെ പറിച്ചെടുത്ത് അവിടെ ഇരുന്നു. കാട് പമ്പാതരം ഒക്കെ അല്ലേ, അപ്പം അങ്ങനെ സെറ്റിയോ സൗകര്യങ്ങളോ സോഫയൊന്നും ഉണ്ടാവില്ലല്ലോ. ഈന്തൻ പട്ട മുതലായിട്ടുള്ള ഇലകളൊക്കെ പറിച്ചെടുത്ത് ഒടിച്ചിട്ട് ചെറിയ തരത്തിലുള്ള ആസനങ്ങൾ സൃഷ്ടിച്ച് രാമലക്ഷ്മണന്മാരും സുഗ്രീവനും അവിടെ ഇരുന്നു. ചന്ദന വൃക്ഷത്തിൻ്റെ ശാഖ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ ഹനുമാൻ ശാഖ ഒടിച്ചെടുത്ത് ലക്ഷ്മണന് നൽകി, ചന്ദനത്തിൻ്റെ ശാഖ. അതിനുശേഷം തതപ്രകിട്ട സുഗ്രീവക്ലഗ്നം മധുരയാഗിര പ്രത്യുവാചത്തതാരാമം ഹർഷവയാകുലലോചന. മനസ്സൊക്കെ നല്ലപോലെ കുളിർത്ത് സുഗ്രീവൻ സന്തോഷം കൊണ്ട് രാമനോട് പറഞ്ഞു, അഹം വിനികൃതോ രാമച്ചരാമീക ഭയാർത്തിത ഹൃതഭാര്യോ വനേത്രസ്ഥോ ദുർഗമേ തതുപാക്ഷിത. എൻ്റെ പത്നിയായിട്ടുള്ള രുമയെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു രാമ. ഏട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ രുമയ്ക്കും ഒന്നും പറയാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ അവൾ പേടിച്ച്, അല്ലെങ്കിൽ അവളെയും എന്തെങ്കിലും ഉപദ്രവിക്കുമെന്ന് പേടിച്ച് പത്നിയായിട്ടിരിക്കുകയാണ്. സത്യത്തിൽ അവൾ പൂർണ്ണ മനസ്സോടെ അല്ല ബാലിയുടെ കൂടെ കഴിയുന്നത്. ഒന്നും പ്രതികരിക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് ജീവനെ പേടിക്കണ്ടേ, ജീവൻ ഉണ്ടെങ്കിലല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് എന്ത് ഭാര്യ കുടുംബം വീട്. അതുകൊണ്ട് എൻ്റെ ജീവനെ തന്നെ ആ ദയയില്ലാത്ത ബാലി ഇല്ലാതാക്കുമോ എന്ന് ഭയന്ന് ഭ്രാന്തചിത്തനായിട്ട് ഓരോ നിമിഷവും പേടിച്ചിട്ട് രാമ ഈ കാട്ടിൽ ഞാൻ കഴിയണം. വനേത്രസ്ഥോ ദുർഗമേ ത്യതുപാശ്രിത. കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടാണല്ലോ കാട്ടിൽ. ഗുഹയിലോ വാനരാജ്യത്തുള്ള അസൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. വാനരാജ്യന്മാർക്ക് ചില സൗകര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ഭാവിയിൽ നമുക്ക് കാണാം. അവിടെ പല സൗകര്യങ്ങളും ഉണ്ട്. രാജകൊട്ടാരം പോലെയാണ് വാലിയിൽ കഴിയണത് അവരവിടെ. കിഷ്കിന്ദ രാജ്യത്ത് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സുഖാർഹനാണ് ഇവരൊക്കെ, സുഖമായിട്ട് കഴിയേണ്ടവരാ. അവരിതാ വിഷമമുള്ള കാട്ടിൽ കഴിയണത് ആ ബാലിയെ ഭയന്നിട്ടാണ്. അതാണ് കർത്തുമർഹസി കാകുസ്ത ഭയം മേ ന ഭവേത്യഥ. എപ്രകാരം എനിക്ക് ഭയം ഇല്ലാണ്ട് ആവുമോ അപ്രകാരം അങ്ങ് എന്നെ രക്ഷിക്കണേ. ഹേ ധർമ്മവത്സല എന്ന് വിളിക്കുകയാണ്. തേജസ്വി ധർമ്മജ്ഞോ ധർമ്മവത്സല. ഹേ ധർമ്മജ്ഞ ധർമ്മവത്സല, എന്നെ ഈ ഭയത്തിൽ നിന്ന് രക്ഷിക്കണമേ. ചെറുതായിട്ടൊരു പഴുത് കിട്ടുകയാണെങ്കിൽ എന്നെ വധിക്കാൻ കാത്തിട്ടാണ് ബാലി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഈ ഭയത്തിൽ നിന്ന് എനിക്ക് രക്ഷയാണ് ഇപ്പോൾ എല്ലാ വിധത്തിലും വേണ്ടത്. ഉണ്ടെങ്കിലേ ബാക്കിയൊക്കെ ഉള്ളൂ. രാമ എന്നെ രക്ഷിക്കണം. ത്വാമേവ ശരണം ഗത. ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പം രാമൻ പറഞ്ഞു, അമോഘ സൂര്യസങ്കാശോ മൈത്രേ നിശിത മമൈതേ നിശിതാശരാം തസ്മിൻ ബാലിന് ദുർവൃത്തേ നിപതിഷ്യതി വേഗിത. പറയണം, പേടിക്കേണ്ട സുഗ്രീവ, എൻ്റെ ശരത്തെക്കുറിച്ച് അറിവുള്ളവരാരും അതിൽ സംശയം പ്രകടിപ്പിക്കില്ല. തീക്ഷ്ണങ്ങളായ വിഷസർപ്പങ്ങളെ പോലെയുള്ള അവ ആരിൽ പതിച്ചുവോ അവർക്ക് പിന്നെ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. എൻ്റെ കൂർത്തുമൂർത്തുള്ളതായ സ്വർണം കെട്ടിയ ശരങ്ങൾ
മാറിൽ തറച്ച് ബാലി തീർന്നു എന്ന് നീ വിചാരിച്ചോ? തീർന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒട്ടും വലിയ താമസമില്ല എന്നർത്ഥം. അതിനാണ്ടോ നമ്മൾ വരാൻ പോണതിനെ പാസ്റ്റ് ടെൻസിൽ പറയും ചിലപ്പോൾ. ദാ വന്നു പറയും വിളിക്കുമ്പോൾ, ഇല്ലയോ നിങ്ങോട്ട് വരുമോ? ഇതാ വന്നു, വന്നിട്ടില്ല വരാൻ പോ ഇതാ വന്നു എന്ന് പറഞ്ഞാൽ വേഗം വരാൻ പോകണു, ഇതപ്പം വരാം, താമസം വിനാ. അതാണ് ബാലി തീർന്നു എന്ന് വിചാരിച്ചോളാൻ പറയാണ്. അമോഘ സൂര്യസങ്കാശോ, സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങണ എൻ്റെ ശരങ്ങളെക്കുറിച്ച് എന്തിനാണ് നീ സംശയിക്കണത്? എപ്പോൾ അത് ബാലിയുടെ മാറിൽ പതിച്ചോ ബാലി കഥ കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചോളാം. എൻ്റെ ആ അസ്ത്രത്തെ അറിഞ്ഞവർക്കെല്ലാം അറിയാം, താമസം പിന്നെ ബാലി യമലോകത്തെ പ്രാപിക്കും, ആ ഭയം ഇനി നിനക്ക് വേണ്ട. കേട്ടപ്പോൾ തന്നെ സുഗ്രീവന് വിശ്വാസമായി, ആ പറയലും ആ ഭാവവും അല്ലേ. മാത്രമല്ല കേട്ടിട്ടുണ്ട് രാമശരത്തെക്കുറിച്ച്, ചിരസ്ഥാനത്ത് സംഭവിച്ച കാര്യങ്ങൾ, ആരെയൊക്കെ കൊന്നതാണെന്നുള്ളത്. ഹിതകരമായ, തനിക്ക് വളരെ സന്തോഷമുള്ളതായിട്ടുള്ള ഈ വാക്ക്, പരമപ്രീതസ്സു മഹത്വാക്യം അബ്രവീർ, പരമമായിട്ടുള്ള തൻ്റെ ഹിതമായിട്ടുള്ള ഈ വാക്യം കേട്ട് സുഗ്രീവൻ പറയണ, പ്രിയാം ച രാജ്യം ച സമാപ്നുയാമഹം തഥാ കുരുത്തം നരദേവവൈരിണം യഥാനഹിംസ്യാൽ ന പുനർമമാഗ്രജം. പറയണ തവപ്രസാദേര നൃസിംഹരാഘവ, ഹേ നരസിംഹ എന്ന് വിളിക്കുകയാണ്. ഇവിടെ സ്വരൂപം നരസിംഹത്തിനെന്ന നിലയ്ക്കല്ല, സ്വഭാവം രാമൻ്റെ ഗുണങ്ങളെ കാണിച്ചിട്ടാണ് നരസിംഹ എന്ന് വിളിച്ചത്. ആ ആകാരം മാത്രമേ അങ്ങ് മനുഷ്യൻ്റെ ഉള്ളൂ. സത്യത്തിൽ ആരാണറിയോ? സിംഹമാണ്. എല്ലാ പ്രവൃത്തിയുടെ കാര്യത്തിലും, ധൈര്യത്തിൻ്റെ കാര്യത്തിലും, ശൗര്യത്തിൻ്റെ കാര്യത്തിലും അങ്ങ് സിംഹമാണ്. ആകാരം മാത്രമേ നരൻ്റെ ഉള്ളൂ എന്ന് ആ മുഖം വിളിച്ചു പറയണു. എന്ന് പറയുന്നത് നരേന്ദ്രലക്ഷണവും, നരേന്ദ്രലക്ഷണ ചിഹ്നങ്ങൾ തികഞ്ഞ ആ മുഖം പറയുന്നുണ്ട്. ശത്രുവാണെങ്കിൽ മുമ്പിൽ പെട്ടാൽ പിന്നെ ശത്രുവിന് ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. മിത്രമാണെങ്കിലോ അപ്പോഴും ചിന്തിക്കേണ്ട, കാരണം യാതൊരു കുഴപ്പമില്ലാണ്ട് തൻ്റെ മിത്രത്തെ രക്ഷിച്ചോളും. മിത്രമാണെങ്കിലും ശത്രുവാണെങ്കിലും അങ്ങയുടെ മുമ്പിൽ പെട്ടാൽ പിന്നെ അവർക്ക് ഈ ലോകത്തെക്കുറിച്ച് ചിന്ത വേണ്ട എന്നർത്ഥം. ശത്രു ലോകത്തേക്ക് പോകും, മിത്രം സുഖമായിട്ട് വാഴും. രാമ, അങ്ങയുടെ മുഖഭാവം നൃസിംഹ തവ പ്രസാദേന നൃസിംഹരാഘവ പ്രിയാം ച രാജ്യം സമാപ്നുയാമ്യഹം. ഇതാ എനിക്ക് എൻ്റെ രാജ്യം കിട്ടിയ പോലെയായി, ഇപ്പം തന്നെ കിട്ടാൻ പോണേ ഉള്ളൂ, എന്നാലും കിട്ടിയ പോലെ തന്നെയായി. എൻ്റെ പത്നിയെയും രാജ്യത്തെയും എനിക്ക് കിട്ടിയ പോലെ എന്നതാ ഒരു പ്രതീതിയാണ് സത്യത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നത്. അതെന്താ കാരണം? കിട്ടാൻ പോണതിൻ്റെ മുമ്പ് കിട്ടിയ പ്രതീതിൻ്റെ അതായ അടുത്ത ശ്ലോകം, സീതാ കബീന്ദ്രക്ഷണദാചരാണാം രാജീവ ഹേമ ജലനോപമാനി സുഗ്രീവരാമപ്രണയ പ്രസംഗേ വാമാനി നേത്രാണി സമസ്ഫുരന്തി. അഗ്നിസാക്ഷിയായിട്ട് ഈ സഖ്യം ചെയ്തതായിട്ട സമയത്ത് 3 ആളൊക്കെ ഇടത്തോറം തുടിച്ചു എന്നാണ് അവിടെ പറയണത്. അതാണ് കാരണം. എനിക്കിതാ രാജ്യം കിട്ടി, എൻ്റെ പത്നിയെ കിട്ടി, ആ ഒരു പ്രതീതി ഇതാ ഇവിടെ ശകുനം കൊണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. രാമ, സുഗ്രീവൻ്റെ ഇടത്ത് ഭാഗം തുടിച്ചു, സീതയുടെ ഇടത്ത് ഭാഗം തുടിച്ചു. സുഗ്രീവൻ്റെ വലത്ത് ഭാഗം, ബാലിയുടെ ഇടത്ത് ഭാഗം. ബാലിക്ക് മരണമാണ് വരുന്നത്. അപ്പോൾ ബാലിയുടെ ഇടത്ത് ഭാഗം തുടിച്ചു, സീതയുടെ ഇടത്ത് ഭാഗം തുടിച്ചു. സ്ത്രീകൾക്ക് നല്ലതാണല്ലോ ഇടത്ത് ഭാഗം തുടിക്കുന്നത്. സീതയ്ക്ക് ഇടത്ത് ഭാഗവും ബാലിക്ക് ഇടത്ത് ഭാഗമാണ്, കാരണം നാശമാണ്. രാവണന് ഇടത്ത് ഭാഗം തുടിച്ചു. രാവണന് ഇടത്ത് ഭാഗം, 3 ആൾക്ക് ഇടത്ത് ഭാഗം തുടിച്ചിരിക്കുന്നു. 2 ചീത്തയും ഒരു നല്ലതും. ബാലിക്കും രാവണനും നാശം, സീതയ്ക്കോ നല്ലത്. 2 നല്ലതും ഉണ്ടായി. ഇവിടെ നിന്ന് സുഗ്രീവനും രാമനും വലത്ത് ഭാഗം തുടിച്ചു. അവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും സുഗ്രീവനും വലത്ത് ഭാഗം തുടിച്ചു. ഇതാ ശകുനം തെളിയിക്കണു. ഇനി ശത്രുനാശവും നമുക്കോ നല്ല കാലവും വരാൻ പോവുകയാണെന്ന് എനിക്ക് സൂചന കിട്ടിക്കഴിഞ്ഞു രാമ. ഞാനിപ്പോൾ അതീവ സന്തുഷ്ടനാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ്. നല്ലൊരു മിത്രത്തെ, എല്ലാം കൊണ്ടും തികഞ്ഞൊരു മിത്രത്തെ എനിക്ക് കിട്ടിയല്ലോ. ഇങ്ങനെ ആയപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, രാമ, അങ്ങ് എന്തൊരു കാര്യത്തിനായിക്കൊണ്ട് ഈ കാട്ടിൽ വന്നുവോ? അങ്ങനെ ഭാര്യ അപഹരിക്കപ്പെട്ടുവോ? തിരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് തിരയുന്നുവോ? അതിനെപ്പറ്റിയെല്ലാം ഹനുമാൻ പറയണ്ടായി. മാത്രമല്ല, ആ രാവണനെ എതിർത്തതായിരിക്കുന്ന ജഡായുവിനെ ദുഷ്ടരാവണൻ വധിച്ചതിനെയും ഹനുമാൻ എന്നോട് പറഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. രാമ, അങ്ങ് ബാലി വധിക്കപ്പെട്ടു എന്ന വാക്ക് എനിക്ക് തന്നില്ലേ?
അതെനിക്ക് നല്ലൊരു വാക്ക് തന്നെയാണ്, സംശയമില്ല. ഞാനിതാ തിരിച്ച് ഒരു വാക്ക് തരുന്നു. എന്താണ്? സീതയെ അന്വേഷിക്കാൻ സർവ്വഥാ ഞാൻ സഹായിക്കാം. സീതയെ കിട്ടി തന്നെ അങ്ങ് വിചാരിച്ചോളൂ. രുമയെ കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു, ബാലി വധിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങോ രാവണൻ വധിക്കപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. സീതയെ കിട്ടി എന്ന് തന്നെ വിചാരിച്ചോളൂ. അതിന് ഒരുപാട് താമസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങയുടെ പത്നിയെ തൊടാൻ ധൈര്യപ്പെട്ടതായ ദുഷ്ടരാവണനെ വധിക്കാൻ എന്നാൽ കഴിയുന്ന സർവ്വതും ഞാൻ ചെയ്യാം. ഒരു കാര്യം അങ്ങ് വിചാരിക്കേണ്ട, അങ്ങയുടെ പത്നിയെ കൊണ്ടുപോയിട്ടുള്ളവൻ രക്ഷപ്പെടില്ല രാമ. അങ്ങയുടെ പത്നി എന്ന് പറഞ്ഞാൽ ആരാണ്? പാതിവൃത്യത്തിൻ്റെ ഏറ്റവും കത്തിയെരിയുന്ന ഭദ്രദീപമാണ്. കത്തിയെരിയുന്ന ഭദ്രദീപത്തെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? നശക്യാസജരയിതും അഭിസേന്ദ്രേ സുരാസുരേഹി. ദേവന്മാർക്കോ മറ്റാർക്കോ ഒരാൾക്കും ഈ ലോകത്തിൽ അങ്ങയുടെ പത്നിയെ മനസ്സ് മാറ്റി കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. കാരണം ചന്ദ്രനിൽ നിന്ന് നിലാവ് എപ്രകാരം വേർപെടുത്താൻ സാധിക്കാതെ ഇരിക്കുന്നുവോ, സൂര്യനിൽ നിന്ന് പ്രകാശം എപ്രകാരം വേറെ അല്ലയോ, അഗ്നിയിൽ നിന്ന് ചൂട് എപ്രകാരം വേറെ അല്ലയോ, അതേപോലെ അങ്ങയിൽ നിന്ന് വേറെ അല്ലല്ലോ സീത. ശരീരം മാത്രമേ രാവണന് കിട്ടിയിട്ടുള്ളൂ. ഒരു കാരണവശാലും ആ മനസ്സിനെ മറ്റൊരു വിധത്തിലാക്കാൻ ലോകത്തിൽ ആര് വിചാരിച്ചാലും രാമ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങയുടെ ഭാഗ്യമാണ് ഈ സീത. എവിടെ പോയാലും ഏത് പാതാളത്തിലോ ആകാശത്തോ ഒളിച്ചാലും അതിന് കാരണക്കാരനായവനെ വധിച്ച് തീർച്ചയായിട്ടും ആ സീതയെ ഞാൻ അങ്ങയുടെ സമീപത്തേക്ക് കൊണ്ടുവന്നേക്കാം. ശത്രുവായിരിക്കുന്ന ബാലിയെ വധിച്ച് രുമയെ വീണ്ടെടുക്കാൻ അങ്ങ് വാക്ക് തന്നല്ലോ. അതിന് തക്കൊരു വാക്ക് ഞാനിതാ അവിടത്തേക്ക് തരുന്നു. ദുഷ്ടരാവണനെ വധിച്ച് സീതയെ ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കും, വരുത്തും ഞാൻ. ഇത് സുഗ്രീവ വാക്കാണ്, വെറുതെ ആവില്ല. ത്യജശോകം മഹാബാഹോ താം കാന്താം ആനയാമിതേ, തവ കാന്താം ആനയാമിതേ. ആ കാന്തയെ സീതയെ ഞാൻ കൊണ്ടുവരാം, ശോകത്തെ കളയൂ. ഇനി ദുഃഖിക്കേണ്ട, ഇനി അങ്ങേക്ക് ദുഃഖിക്കാനുള്ള കാലമല്ല. തൽക്കാലം കുറച്ച് പരിശ്രമിക്കാനുള്ള കാലമാണ്. ദുഃഖിച്ചിരുന്നാലോ പരിശ്രമം നടക്കില്ല. അവിടെ ശോകത്തെ ആദ്യമായിട്ടൊന്നങ്ങോട്ട് ത്യജിക്കുക. ദുഃഖിച്ചിരുന്നാൽ പ്രവൃത്തി നടക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് പ്രവൃത്തി നമുക്ക് വേണ്ടി വരും. പ്രവർത്തന പദത്തിൽ മുന്നേറാനായിക്കൊണ്ട് അങ്ങ് ആദ്യം വേണ്ടത് എന്താണ്? ത്യജശോകം. മനസ്സിൻ്റെ ശോകത്തെ ആദ്യം ഒന്നാണ് കളയുക, ഉത്സാഹിക്കുക. ലക്ഷ്യം സമീപത്ത് എത്തിയിരിക്കുന്നു, കണ്ടിരിക്കണു, ഇനി കയ്യിൽ കിട്ടുക വേണ്ടു. അതുകൊണ്ട് അങ്ങൊന്ന് പ്രവർത്തനാത്മകമാകണം. രാമ, ഞാൻ 4 വാനരന്മാരോട് കൂടിയിട്ട് ഈ പ്രവർഷണഗിരിയിൽ നിൽക്കുമ്പോൾ ആകാശത്ത് കൂടെ പോകുന്നതായിട്ടുള്ള അങ്ങയുടെ പതിവ്രതാരത്നം സീത ചില ആഭരണങ്ങൾ ഉത്തരീയത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഞാനത് അങ്ങേക്ക് കാണിച്ചു തരാം. അപ്പം രാമൻ പറഞ്ഞു, എന്താണ് സുഗ്രീവ അത് ഇത്രയും വേഗം വരേക്ക് പറയാതിരുന്നത്? ആനയസ് സഖേ ശീഘ്രം കിമർത്ഥം പ്രവിളംബസേ. ഇങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ എന്താണത് ഇത്രമാന്തം? വേഗം കാണിക്കൂ. ആ ആഭരണങ്ങൾ നോക്കട്ടെ, സീതയുടെ തന്നെ അല്ലേ? ഏപമുക്തത്വ സുഗ്രീവശൈലസ്യ ഗഹനാം ഗൃഹം പ്രവേശത്തത് ശീഘ്രം രാഘവ പ്രിയകാമ്യയ. രാമന് കാണിച്ചു കൊടുക്കാനുള്ള വ്യഗ്രതയോട് കൂടിയിട്ട് അതൊക്കെ എടുത്തു കൊണ്ടുവരികയാണ്. ശുഭാന്യ ആഭരണ അനിച്ച, ശുഭങ്ങളായിട്ടുള്ള സീത അണിഞ്ഞതായ ആഭരണങ്ങൾ ഒരു തുണിയിൽ ഉത്തരീയത്തിൽ കെട്ടിയിട്ടത് രാമനാണ് കാണിച്ചു കൊടുത്തു. സുഗ്രീവൻ മാറോട് ചേർത്തിട്ട്, അല്ലേ, എന്നെ പോലെ ആഭരണങ്ങൾ, അല്ലേ, സീതയെ പോലെ നിങ്ങൾ പിരിഞ്ഞല്ലോ സീതയോട് കൂടിയിട്ട്. എന്നിൽ നിന്ന് സീത എപ്രകാരം പിരിഞ്ഞുവോ അതേപോലെ സീതയുടെ ശരീരത്തിൽ ചേർന്ന് നിൽക്കേണ്ട ഈ ആഭരണങ്ങൾ വൈദേഹിയെ പിരിഞ്ഞല്ലോ ഈശ്വര. എന്നങ്ങനെ വന്ന് ഭഗവാന് സങ്കടം സഹിച്ചില്ല എന്നാണ്. പശ്യ ലക്ഷ്മണ വൈദേഹ്യാസന്ധ്യക്തം പ്രിയമാണയ ഉത്തരീയവിധം ധൂമോ ശരീരാൽ ഭൂഷണാനി ച. ലക്ഷ്മണ നോക്കൂ, ആ സീത അണിഞ്ഞതായിട്ടുള്ള ആഭരണങ്ങൾ ദുഷ്ടരാവണൻ നിമിത്തം അഴിച്ചു വെക്കേണ്ട ഗതികേട് സീതയ്ക്ക് വന്നല്ലോ. ഉത്തരീയമിതം ഭൂമോ ശരീരാൽ ഭൂഷണാനി ച. വൈദേഹി വളരെയേറെ സ്നേഹിച്ചണിഞ്ഞതായിട്ടുള്ള ഇഷ്ടപ്പെട്ടണിഞ്ഞതായ ആഭരണങ്ങൾ എവിടെയോ വലിച്ചെറിഞ്ഞ് പോകേണ്ട ഗതികേട് സീതയ്ക്ക് വന്നല്ലോ. ഉത്തരീയമിതം ഭൂമോ ശരീരാൽ ഭൂഷണാനി ച. ഇത് ശരിക്കും സീതയുടെ തന്നെ അല്ലേ എന്ന് നോക്കൂ ലക്ഷ്മണ.
അപ്പോൾ ലക്ഷ്മണൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ശ്ലോകമുണ്ട്, നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ടലേ നൂപുരേത്തഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. ഈ ശ്ലോകം നമുക്ക് ഓർമ്മ വരെ എപ്പോഴാ വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് രാമൻ മാരീചനെ വധിച്ചിട്ട് കള്ളക്കരച്ചിൽ കരഞ്ഞപ്പോൾ ഒന്ന് പോവൂ ലക്ഷ്മണ. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു രാമനൊന്നും സംഭവിക്കില്ല. അപ്പോൾ ആ രാമൻ മരിച്ചിട്ട് എന്നെ സ്വന്തമാക്കാനാണ് ദേവിയുടെ ആഗ്രഹം, അല്ല എൻ്റെ ആഗ്രഹം അല്ലേ സീത ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകം നമുക്ക് ഓർമ്മ വരാറുണ്ട്. ഇങ്ങനെ ആ എഴുത്തിയമ്മയെ ഈ ദേവിക്ക് തുല്യമായിട്ട് കണ്ട് ഭജിക്കുന്ന ആ ലക്ഷ്മണനോടാണ് സീത പരുഷവാക്ക് പറഞ്ഞത്. ശരിയായിട്ടുള്ള സീതയ്ക്ക് അത് പറയാൻ കഴിയില്ല എന്ന് എഴുത്തച്ഛന് തോന്നി എന്നാണ് അധ്യാത്മരാമായണം എഴുതുമ്പോൾ. സീത അങ്ങനെ പറയുമോ ലക്ഷ്മണനോട്? വേണ്ട, മായാസീതയാക്കികളെ കൈ വന്നില്ല അത് എഴുതാന്നാ. അതിനാണ് യഥാർത്ഥ സീത അഗ്നിയിലേക്ക് മറച്ചു. അങ്ങനെ സംഗതി ഇതിലില്ല കേട്ടോ, ആത്മീയരാമായണത്തിലില്ല. യഥാർത്ഥ സീതയ്ക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും? നാഹം ജാനാമി കേയൂരേ, ചേട്ടത്തമ്മയുടെ കേയൂരങ്ങളോ കുണ്ടലങ്ങളോ എനിക്കറിയില്ല ഏട്ടാ. പക്ഷേ എന്നും ആ പാദത്തിൽ നമസ്കരിക്കുന്ന ഈ കാൽച്ചിലങ്കകൾ, കാലിൽ കെട്ടുന്നതായിട്ടുള്ള പാദസ്ഥലോ ചിലങ്കയോ എന്താ വെച്ചാൽ അത് എനിക്കറിയാം. നിത്യം പാദാഭിവന്ദനാൻ, ചേഷ്ടത്തേമ്മയുടെ പാദത്തിൽ എന്ന് ഞാൻ വന്ദിക്കാറുണ്ട്. അതുകൊണ്ട് കുണ്ടലമോ കങ്കണങ്ങളോ മറ്റോ എനിക്കറിയില്ലെങ്കിലും ഈ കാൽച്ചിലങ്കകൾ ജ്യേഷ്ഠത്തമ്മയുടെയാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അപ്പം മറ്റതും സീതയുടെ ആണെന്ന് വ്യക്തമാണല്ലോ. അപ്പം അത്രമാത്രം ബഹുമാനത്തോടു കൂടിയിട്ടാണ് അല്ലേ ആ അയോധ്യ മടവിം വിത്തി അല്ലേ പറയേണ്ട അച്ഛനായിട്ട് സീതയെ അമ്മയായിട്ട് കാം വിത്തി ജനകാത്മജാം അയോധ്യ മടവിം വിത്തി ഗച്ഛതാദേദാ സുഖം അല്ലേ മാം വിത്തി ജനകാത്മജാം. സുമിത്ര സമയത്ത് പറയുന്നതായിട്ടുള്ള വാക്കുകൾ വളരെയധികം. രാമം ദശരഥം വിത്തി മാം വിത്തി ജനകാത്മജാം, രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകമാണത് എന്ന് വരരുചി കണ്ടെത്തിയത്. മാം വിത്തി ജനകാത്മജാം, അമ്മയായിട്ട് ജനകാത്മജയെ കാണണം. എവിടേക്കോ കൊണ്ടുപോകുന്ന വാക്യങ്ങളാണ്, അതാണത് പ്രധാന വാക്യമാണ് എന്ന് പറഞ്ഞത്. ഗച്ഛതാത യഥാസുഖം, അങ്ങനെയാണെങ്കിൽ നിനക്ക് യാതൊരുവിധ തകരാറും ഉണ്ടാവില്ല. അങ്ങനെ ആഭരണങ്ങൾ കണ്ടതോടുകൂട്ടി രാമന് വീണ്ടും സങ്കടം വന്നു. രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയിട്ട് ഹാ പ്രിയേ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചു എന്ന് പറയണം. പ്രാണപ്രിയയെ നിങ്ങൾ എങ്ങോട്ട് അപഹരിച്ചു കൊണ്ടുപോകുന്നു? എവിടെയാണ് ആ രാക്ഷസൻ വാഴുന്നത് എന്നൊക്കെ വേഗം രാമൻ സുഗ്രീവനോട് ചോദിച്ചു. ഇത്തരത്തിലുള്ള ദുഃഖം എനിക്ക് ഉണ്ടാക്കി തീർത്തിട്ടുള്ള ആ ദുഷ്ടനെ വകവരുത്തണം സുഗ്രീവ. ലക്ഷ്മണ, അതിനുവേണ്ടി നമുക്കിനി എന്തായാലും തൻ്റെ തന്നെ മൃത്യുവിന് വഴി തെളിച്ചതായിട്ടുള്ള ആ ബുദ്ധിയില്ലാത്തവൻ ആരാണ്? സ്വന്തം മൃത്യുവിന് ആരെങ്കിലും കുഴി തോണ്ടുമോ? അവനാണ് എൻ്റെ പത്നിയെ അപഹരിച്ചത്. അധികം താമസിയാണ്ട് പറയണം. മമ ദൈതതരാ ഹൃദാവനന്ദ ദജനിചരേണ വിമത്യയേന സ കഥയമരിവും തമദ്യവൈ പ്ലവകപദേ യമസാധനം നയാമി. ഏതൊരാളായാലും വേണ്ടില്ല, വനമധ്യത്തിൽ വെച്ച് ഞാൻ ലക്ഷ്മണനില്ലാത്തപ്പോൾ ബലാത്കാരമായിട്ട് ഏതൊരാളാണോ എൻ്റെ പത്നിയെ അപഹരിച്ചത് അവൻ കാലപുരിക്ക് പോവാറായിരിക്കണമെന്നർത്ഥം. കാലപുരിക്കുള്ള ടിക്കറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൻ്റെ സമയാവുക വേണ്ടു, അത് ഉറപ്പായിരിക്കണം. പ്ലവകപദേ യമസാധനം നയാമി, അധികം താമസിച്ചാൽ യമപുരിയിലേക്ക് ഞാൻ അയക്കും എന്നൊരു പ്രതിജ്ഞ ഇവിടെ എടുക്കുകയാണ്. അതിനെ തന്നെ കുറച്ചും കൂടി വിവരിക്കുകയാണ് തുടർന്നുള്ള സർഗങ്ങളിൽ. രാമൻ്റെ പ്രതിജ്ഞ ഇവിടെ അങ്ങനെ തുടങ്ങി വെച്ചു, അതിനൊന്ന് വിസ്തരിക്കുന്നുണ്ട് അടുത്ത സർഗത്തിൽ. പൂർവൻ രാമതപോവനാധിഗമനം മത്താ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്രധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം ഏതസ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.